ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 75 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ കെയർ റെമഡി എന്ന് പറയുന്നത് കുറച്ച് ഉലുവ ഇത് സോക്ക് ചെയ്തതും പിന്നെ കുറച്ച് വെറ്റില. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേറ ചേർക്കാം, അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഓക്കെ, ഇതിൽ തൈര് ചേർക്കാം. ഓക്കെ, തൈരും വെറ്റിലയും കുറച്ച് ഉലുവ, ഇത് ഇത്രയും നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇത് മുടിയിലൊന്നും ജട ഒന്നും ഇല്ലാണ്ട് ഇത് ചിക്കൊക്കെ വിടർത്തി ഇത് മുടിയില്ലാത്ത ഭാഗം നോക്കിയിട്ട് അത് സെക്ഷൻ വൈസ് എടുത്തിട്ട് നിങ്ങൾ നീറ്റായിട്ട് ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 30 to 35 മിനിറ്റ്സ് വിടുക. ഒരു സെമി ഡ്രൈ ആവണം. അത് കഴിഞ്ഞിട്ട് പ്ലെയിൻ വാട്ടറിൽ നന്നായിട്ട് അത് കഴുകി കളയുക. അതായത് ഹെയർ പാക്ക് ഒട്ടുമേ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്റ്റീം ചെയ്തും കൊടുക്കാവുന്നതാണ്. ഓക്കെ, എക്സ്ട്രാ ഒരു കെയർ ആയിട്ട് അത് മുടി ഉണങ്ങിയിട്ടും ചെയ്യാം, ഇല്ലെങ്കിൽ കുളിക്കുന്ന നേരത്ത് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റീം കൊടുക്കാവുന്നതാണ്. സ്കാൽപ്പിൽ മാത്രം സ്റ്റീം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതായത് ഹെയർ വാഷ് കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെമഡിയാണ് നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റീം കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഹെയർ ഫോളിക്കൽസൊക്കെ ഓപ്പൺ ആവും. പിന്നെ നന്നായിട്ട് ആ ന്യൂട്രിയൻസൊക്കെ ഉള്ളിൽ ചെല്ലുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് സ്റ്റീമിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് ചെയ്യുന്നത്. ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിട്ടും സ്റ്റീം ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ പ്ലെയിനായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് മുടിക്ക് ഒരു സ്റ്റീം കൊടുക്കാവുന്നതാണ് ചെറുതായിട്ട്. ഓക്കെ, തീരെ തിളച്ച വെള്ളവും പാടില്ല, ഒരു ലുക്ക് വാം വാട്ടർ ഉണ്ടാവണം. ചെറുതായിട്ടുള്ള ഒരു ചൂട്, അതായത് വിരൽ തുമ്പത്ത് ഒന്ന് തട്ടണ മാതിരി ഉണ്ടാവണം. ഓക്കെ, പിന്നെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതാണ്. പിന്നെ ഫ്രൂട്ട്സ് ഏതായാലും ഞാൻ പറയണ പോലെ ഓറഞ്ചോ ആപ്പിളോ ബനാന ഇല്ലെങ്കിൽ പോമോഗ്രനേറ്റ്, അങ്ങനെ വേണ്ട തരത്തിലുള്ള ഒരു ന്യൂട്രിയൻസ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ന്യൂട്രിയൻസ് ഞങ്ങൾക്ക് കിട്ടുന്നതാണ് സ്കിന്നിനും ഹെയറിനും. ഓക്കെ, ഇവിടെ ഹെയർ ഗ്രോത്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഏതൊക്കെ നല്ലതെന്ന് വെച്ചാൽ ആപ്പിൾ നല്ലതാണ്, പോമോഗ്രനേറ്റ് നല്ലതാണ്, പിന്നെ വിറ്റമിൻ സി ഒരുപാടുള്ളത് ആംല, പിന്നെ ഇത് ഗ്വാവ എടുക്കാം, പിന്നെ ഓറഞ്ചും എടുക്കാം. ഓറഞ്ച് ജ്യൂസായിട്ടും കുടിക്കാം. അത് ജ്യൂസ് നിങ്ങൾക്ക് ഡയറക്റ്റായി കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ജ്യൂസായിട്ടും, കോൺസെൻട്രേറ്റഡ് ഫോം അല്ല, കുറച്ച് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. പക്ഷെ ആ ജ്യൂസിൽ പഞ്ചസാര ചേർക്കാൻ പാടില്ല. ഓക്കെ, അപ്പം അതാണ് ചെയ്യേണ്ടത്, എക്സ്ട്രാ ഒരു കെയർ. പിന്നെ ജ്യൂസ് എടുക്കാൻ താല്പര്യമില്ലാത്തവർ ഇളനീര് കുടിക്കാം, തേങ്ങ വെള്ളം കുടിക്കാം, ഇല്ലെങ്കിൽ ഒന്നും അത് ഇഷ്ടമാവില്ല എന്ന് വെച്ചാൽ നന്നായി വെള്ളം കുടിക്കുക. അതായത് 1 to 2 liters ഓഫ് വാട്ടർ കുടിക്കണം. ഓക്കെ, അതാണ് ഇന്നത്തെ ഒരു ഡേ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളെല്ലാവരും ഹെയർ കെയർ റെമഡി എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരുത്തരും ഒരാളും കമൻറ്റ് ചെയ്യുന്നില്ല, പിന്നെ ഒന്നും ഫീഡ്ബാക്ക് ഒന്നും കിട്ടുന്നില്ല നിങ്ങളുടെ സൈഡിൽ നിന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ആവുന്നത്ര. പിന്നെ ഞാൻ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വീഡിയോസൊക്കെ ഇനി ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.